എല്ലാവരെയും കേശുവിന്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ വെഡിങ് ആനിവേഴ്സറി വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് കമന്റ് വന്നതാണ്, ചേച്ചിയുടെ വെഡിങ് ആൽബം ഒന്ന് കാണിക്കാമോ, അത് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാമോ എന്ന്. പിന്നെ അത് ചെയ്യണോ വേണ്ട എന്നൊക്കെ ആലോചിച്ചിട്ട് ഇപ്പൊ വിചാരിച്ച് എന്തായാലും അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. പിന്നെ ഇപ്പോഴും വേറെ ജോലിയൊന്നുമില്ല, കേശു നല്ല ഉറക്കമാണ്. അപ്പൊ ഫ്രീ ആയിട്ടിരുന്നപ്പോ വിചാരിച്ച് എന്തായാലും ആ വീഡിയോയും കൂടെ അങ്ങ് ചെയ്യാന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൽബം, വെഡിങ് ആൽബം. CD ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കേശു എടുത്ത് മൊത്തം നശിപ്പിച്ച് കളഞ്ഞു. ഇപ്പൊ ആ ഒരു വീഡിയോ ഒന്നും കാണാനേ പറ്റില്ല. പിന്നെ ഈ ആൽബം ഇവിടത്തേതാണ്, ചെറുക്കന്റെ വീട്ടിലത്. അപ്പൊ എന്റെ വീട്ടിലുള്ളത് ആ ആൽബം ഒക്കെ അവിടെ ഉണ്ടായിരിക്കും. ഞാൻ ഇപ്പൊ അത് ചിന്തിക്കാറ് പോലും അല്ല. എന്റെ വീട്ടിൽ ചെല്ലുമ്പോ ചോദിക്കണം, അമ്മ കല്യാണ ആൽബം ഒക്കെ അവിടെ ഉണ്ടാന്ന്. പിന്നെ അറിയാലോ, 14 വർഷമായി. ഏപ്രിൽ 27-നായിരുന്നു എന്റെ എൻഗേജ്മെന്റ്. കറക്റ്റ് ഒരു വർഷം കഴിഞ്ഞിട്ട് ഏപ്രിൽ 26-നായിരുന്നു കല്യാണം. അപ്പൊ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് 15-ാമത്തെ വർഷവും കല്യാണം കഴിഞ്ഞിട്ട് 14-ാമത്തെ വർഷവുമാണ്. അപ്പോൾ ഇതാണ് 14 വർഷത്തെ നമ്മുടെ ഓർമ്മ പുസ്തകം. ഒരുപാട് പേര് ഇതിലുണ്ടായിരുന്ന, ഒരുപാട് പേര് ഇപ്പൊ മരിച്ചുപോയി. ഒരുപാട് പേര് ഇവിടെ ഇപ്പൊ തമ്മിൽ വലിയ കോണ്ടാക്ട് ഇല്ലാതെയായി. അങ്ങനെയുള്ള ഒരുപാട് ഓർമ്മകളാണ് ഇപ്പൊ ഈ ബുക്ക് എടുക്കുന്ന സമയത്ത്. സത്യം പറഞ്ഞ എല്ലാ വർഷവും ഏപ്രിൽ ആവുമ്പോഴത്തേക്കും ഒരു എന്താ, നമുക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് കുറച്ച് ഫോട്ടോസ് ഒക്കെ വേണമല്ലോ. അപ്പോഴും ഈ ബുക്ക് പൊടി തട്ടിയെടുക്കും. ബുക്കല്ല, ഈ ആൽബം പൊടി തട്ടിയെടുക്കും. വീണ്ടും അതേപോലെ മടക്കിയങ്ങ് വെക്കും. പിന്നെ ഞാൻ ഇപ്പൊ സിറ്റ് ഔട്ട് ഇരുന്നാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. നല്ല വൈബാണ് ഇവിടെ ഇരിക്കാനായിട്ട്. പക്ഷെ ഇവിടെ ഇരിക്കാനായിട്ടുള്ള സമയം കിട്ടാറില്ല, അതാണ് സത്യം. അപ്പൊ എന്തായാലും ചുമ്മാ പറഞ്ഞു ബോറടിപ്പിക്കാതെ വീഡിയോ, നമുക്ക് വെഡിങ് ആനിവേഴ്സറി ആൽബം നോക്കാം. അപ്പൊ ആൽബത്തിന്റെ ഫ്രണ്ട് പേജ് ഇതാണ്. എന്റെ ചേട്ടന്റെ ഓരോ ഫോട്ടോ ഒക്കെ അതിലുണ്ട്. പിന്നെ കണ്ടില്ലേ, ഇതും കേശു എടുത്ത് അവനാൽ കഴിയണ രീതിയിലൊക്കെ പണിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഇളക്കിയൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ അവസ്ഥയൊക്കെ വലിയ പരിതാപകരമാണ്, എന്നാലും കുഴപ്പമില്ല. അപ്പൊ ഫ്രണ്ട് പേജിൽ, ഫസ്റ്റ് പേജിൽ ചെറുക്കന്റെ പെണ്ണിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. പിന്നെ ആ ഫോട്ടോസിൽ തന്നെ കേശു ഫുള്ള് വരച്ചു കുറിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ ആൽബം കാണുമ്പോഴേക്ക് ഈ സംഭവങ്ങളൊന്നും ചേട്ടൻ കൈ കൊണ്ടുപോലും തൊടൂല. കാരണം പുള്ളിക്കാരി ഇതിൽ നല്ല ഉണങ്ങിയാണ്ടിരിക്കുന്നത്. അപ്പൊ ഇതേ കാണുമ്പോ പറയും, ഞാൻ ചൊക്കനെ കണക്ക് ഇരിക്കുന്നോണ്ട് നീ ഇത് കാണിക്കും, ഇതിൽ നീ കുറച്ച് ഇതായിട്ടൊക്കെ ഇരിക്കുകയാണല്ലോ എന്ന്. കാരണം എന്തെന്ന് വെച്ചാലേ, കല്യാണത്തിന് മുന്നേ, അയ്യോ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം, ഞാൻ ഇതേപോലെ ഇത്രയ്ക്കും മെലിഞ്ഞിട്ടാണ് ഇരുന്നത്. ഒരു വല്ലാത്ത കോലമായിരുന്നു, ഒട്ടും വണ്ണം ഉണ്ടായിരുന്നില്ല. എൻഗേജ്മെന്റ് സമയത്തും അങ്ങനെ തന്നെ. എന്നെ കാണാൻ വന്നിട്ട് പോയിട്ട് ചേട്ടൻ പറഞ്ഞ എന്താണെന്ന് അറിയാം, എന്റെ ഇവിടുത്തെ ഈ എല്ലൊക്കെ ഉണ്ടല്ലോ, അയ്യോ എല്ലൊക്കെ നല്ല എഴുന്നായിരുന്നു ഇരുന്നത്. കൈയൊക്കെ ഇങ്ങനെ അടിച്ച് പരത്തി കണക്ക്, ഒട്ടും വണ്ണയില്ല, അടിച്ചു പരത്തി കണക്കണ്ടിരിക്കുന്നത്. അപ്പൊ റെയിൽവേ പാളം പോലെയാണ് എന്റെ കൈയൊക്കെ ഇരിക്കണതെന്നായിരുന്നു അന്ന് ആ മനുഷ്യൻ പറഞ്ഞത്. അപ്പൊ പിന്നെ ഇൻസൾട്ട് ആണ് മോനെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്നൊരു റീലില്ലേ, അതേപോലെ ഒരു വർഷം ഉണ്ടായിരുന്നു എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് കല്യാണത്തിലേക്ക്. ആ സമയത്ത് ഒരുപാട് പേര് എന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേട്ടും കേൾക്കാതെയും ഒക്കെ ഒരുപാട് കുറ്റങ്ങൾ ഞാൻ കേട്ട്. കാരണം ചേട്ടൻ ഇങ്ങനെ നല്ല വണ്ണമൊക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം കാണാനൊന്നും കുഴപ്പമില്ലായിരുന്നു. ഞാനിങ്ങനെ എല്ലാം തോലുമായിട്ടാണ് ഇരുന്നത്. അപ്പൊ എൻഗേജ്മെന്റ് സമയത്തൊന്നും എന്നെ ആർക്കും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പൊ പിന്നെ നമുക്കൊരു വാശി തോന്നുമല്ലോ, കല്യാണം ആവുമ്പോഴേക്കും ഇതിനുള്ള എല്ലാം പരിഹരിക്കണമെന്ന്. അങ്ങനെ ഒരു വർഷം ഞാൻ ഇനി വീട്ടിനകത്തിരുന്ന് കഴിക്കാനായിട്ട് ഒന്നും ഇല്ലെന്ന് വേണം പറയാനായിട്ട്. അമ്മ എന്തൊക്കെയാണ് എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളതെന്ന് ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോൾ, നമ്മുടെ മത്തിയില്ലേ, മത്തിത്തല അവിച്ചൊക്കെ തരും. അത് കഴിച്ച വണ്ണം വെക്കും എന്ന് പറഞ്ഞിട്ട് അത് അവിച്ചു തരും. പിന്നെ വാള മീനൊക്കെ അവിച്ചു തരും, ഓട്സ്, കൂരവ്, പിന്നെ പഴഞ്ചോറുണ്ടല്ലോ, പഴഞ്ഞു കുടിച്ചാൽ വണ്ണം വെക്കുമെന്ന് പറഞ്ഞിട്ട് രാവിലെ പഴഞ്ഞ്, അയ്യോ തീറ്റയോട് തീറ്റയായിരുന്നു ഒരു വർഷം. ആ ഒരു വർഷമാണ് സത്യത്തിൽ കുറെ നാളിന് ശേഷം വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കാനായിട്ട് പറ്റിയത് എന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ അറിയാലോ, നമ്മൾ ഫുൾ ബിസി ആണല്ലേ, പഠിത്തം, ജോലി, അത് ഇത്, വീട്ടില് ഇരിക്കുന്ന സമയമേ കുറവാണ്. അപ്പൊ ഈ ആൽബത്തില് പിന്നെ കല്യാണം ആയപ്പോഴേക്ക് ഞാൻ കുറച്ചൊക്കെ ഒന്ന് വണ്ണം വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യമൊക്കെ വണ്ണം വെച്ച് തിരക്കേടില്ല. അത് സാരിയൊക്കെ ഉടുത്താല് ആരും കുറ്റം പറയാത്തൊരവസ്ഥയിൽ വന്നു. പക്ഷേ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നറിയുമ്പോ, ഞാനിങ്ങനെ മെലിഞ്ഞുണങ്ങിയിരിക്കുകയല്ലേ. അപ്പോഴേക്കും പുള്ളി ആ സമയത്ത് ഗൾഫിലായിരുന്നു. തിരിച്ചു പോയിട്ട് അവിടെ ജിമ്മിലൊക്കെ പോയി ഭയങ്കര വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് ഉണങ്ങി വന്നപ്പോഴേക്ക് ഇവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പൊ ചേട്ടൻ്റെതായിരുന്നാൽ രമ്യ ചേരും അങ്ങനെയാണ്, ഉണങ്ങുന്ന സമയത്ത് കവിളൊട്ടും, മുഖമാണ് പെട്ടെന്ന് അങ്ങ് ഒട്ടിപ്പോവും. അപ്പോ ഞാനിങ്ങനെ കുറച്ചൊക്കെ ഒന്ന് വണ്ണം വെച്ച് വന്നപ്പോഴേക്ക് പുള്ളിക്കാരൻ ഫുള്ള് ഉണങ്ങിപ്പോയി. അപ്പൊ ഈ വെഡിങ് ആനിവേഴ്സറി അല്ല, ഇതിന്റെ ആൽബം കാണുമ്പോഴേ പറയും, ഞാൻ കാണാൻ കൊള്ളൂല എന്ന്. പക്ഷെ എൻഗേജ്മെന്റിന് പുള്ളി ഭയങ്കര വണ്ണമായിരുന്നു. കാരണം ഒരു കാലൊടിഞ്ഞ് ഗൾഫിൽ വെച്ച് ഫുട്ബോൾ കളിക്കാൻ പോയിട്ട് കാലൊടിഞ്ഞാണ് പുള്ളിക്കാരൻ നാട്ടിൽ വന്നത്.
അപ്പൊ നാട്ടിൽ വന്നിട്ട് പിന്നെ അറിയാമല്ലോ ഗൾഫുകാരനും കൂടെയാണ്. ഇരുന്നിരുന്ന് നാട്ടിൽ വരുമ്പോ അമ്മ അങ്ങോട്ട് ഓരോന്ന് കൊടുത്ത് 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 ഒരു മാസം എന്താ കാലൊടിഞ്ഞ് കിടന്നു. ആ സമയം കൊണ്ട് പുള്ളി കുറച്ചുകൂടെ വണ്ണമായി. ഞാനാണെങ്കിൽ ആ എല്ലും തോലും. അതിലാണെങ്കിൽ അങ്ങനെയായിരുന്നു. തിരിച്ചു വന്നപ്പോ ഇങ്ങനെയായി. അപ്പൊ ഇതിലും കേശു പറ്റുന്ന രീതിയിലൊക്കെ ഫ്രണ്ട് പേജിൽ ഓരോന്ന് വരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത പേജ് എടുക്കുമ്പോഴേക്കും ഇങ്ങനത്തെ ഒരു പേജാണ്. അതിലും കേശു അവന്റെ കലാവിരുദ്ധൊക്കെ കാണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത പേജ് വരല് സുമംഗലിയായിട്ട് നിൽക്കുകയാണ് ഞാൻ. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഹാരവും എല്ലാം ഇട്ടുകൊണ്ട് ഒരു സൈഡ് ചെരിഞ്ഞിരിക്കുന്ന ഒരു പോസാണ്. അത് കഴിഞ്ഞാലും നമ്മളെ വെഡിങ് ഡേറ്റും ഒക്കെ എഴുതിയ ഒരു പേജുണ്ട്. അതിൽ നമ്മുടെ കല്യാണത്തിന് മുന്നേ ഉള്ള ഓരോ സിംഗിൾ ഫോട്ടോസും കല്യാണം കഴിഞ്ഞുള്ള ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം തലേ ദിവസത്തെ ചേട്ടന്റെ കോസ്റ്റ്യൂമാണ്. അതിലും കേശു ഫുള്ള് വരച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞാല് നമ്മൾ പിന്നെ അന്നത്തെ കാര്യങ്ങൾ നമ്മളെല്ലാം നമ്മൾ എങ്ങോട്ട് നോക്കണം, അങ്ങോട്ട് ചെരിയണോ ഒക്കെ തീരുമാനിക്കുന്നത് ക്യാമറാമാൻമാരാണല്ലോ. അപ്പൊ അവരുടെ വകയായിട്ട് അളിയനെ കൊണ്ടുള്ള കുറെ കലാപരിപാടികൾ ഉണ്ടല്ലോ. ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ടുകൂടെ, കയ്യില് വാച്ച് കെട്ടിക്കൂടെ, അത് ഇത് ചെയ് അങ്ങനത്തെ കുറെ ഷോ ഓഫുകളാണ് ഇതില്. അത് കഴിഞ്ഞ് പിന്നെ ചേട്ടന്റെ ഒരു ഇൻട്രൊഡ്യൂസ് പോലെ ഒരു ഫോട്ടോ. പിന്നെ അവരുടെ വീട്, ചേട്ടന്റെ അച്ഛൻ, അമ്മ, ബിജു അണ്ണൻ. ഇതാണ് ഇവിടുത്തെ അമ്മയുടെ അമ്മയാണ്. ആളിപ്പം മരിച്ചുപോയി. അയ്യോ, പിന്നെ അനന്തക്കുട്ട ഇരിക്കുന്ന കണ്ടില്ലേ? ഞാൻ ചെന്ന സമയത്ത് ഒത്തിരി ഉണ്ടായിരുന്നുള്ളൂ. 6 മാസം ഉണ്ടായിരുന്നുള്ളൂ അനന്തക്കുട്ടന്. ഞാൻ ചെന്നതിന് ശേഷമായിരുന്നു അനന്തുന്റെ കല്യാണം, അനന്തുന്റെ ചോറൂണ് വരെ. അപ്പൊ അറിയാലോ ആൾ എത്ര ഉണ്ടായിരുന്നെന്ന്. ഇതിൽ കാണുമ്പോ ഇപ്പൊ ചിരി വരും. അത്ര ആളുണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിരുന്നു. നന്ദു അങ്ങനെ തന്നെ. നന്ദുവും കുഞ്ഞായിരുന്നു. അപ്പൊ അവരുടെ ആ ഫാമിലി ഫോട്ടോയാണ്. അത് കഴിഞ്ഞാല് ഇത് ദിവ്യ ചേച്ചിയുടെ അമ്മാവനും അമ്മായിയുമാണ്. രണ്ടുപേരും മരിച്ചുപോയി. ഇത് ചേട്ടന്റെ അപ്പച്ചിയുടെ മക്കളാണ് ഈ നിൽക്കുന്നത് എല്ലാം. നമ്മളിപ്പോ ഒരു കല്യാണത്തിന് പോയി ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ, അത് ഈ അണ്ണന്റെ മോളുടെ കല്യാണത്തിനായിരുന്നു പോയത്. ഇത് ചേട്ടന്റെ വല്യച്ഛനും കൊച്ചിച്ചനുമാണ്. ഇത് കുഞ്ഞമ്മ, കുഞ്ഞമ്മയുടെ അമ്മായി. ഇത് പിന്നെ അമ്മയുടെ അപ്പച്ചിയും കൂടെയാണ്. കുഞ്ഞമ്മയുടെ മോളുടെ മോൻ. പിന്നെ കണ്ടില്ലേ, നാത്തൂമാർ രണ്ടുപേരും ഉണ്ട്. പക്ഷെ നമ്മുടെ കല്യാണത്തിന് ദിവ്യ ചേച്ചി വന്നില്ല. അത് പിണക്കവും കാര്യമൊന്നുമല്ല. ദിവ്യ ചേച്ചി പ്രഗ്നന്റ് ആയിരുന്നു, ബെഡ് റെസ്റ്റ് ആയിരുന്നു. അപ്പൊ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ട് ആ പുള്ളിക്കാരിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഒരേ ഒരു സഹോദരനല്ലേ ഉള്ളൂ, പക്ഷെ വരാനും പറ്റിയില്ല. പിന്നെ ഇത് ചേട്ടനാണ്, വല്യച്ഛന്റെ മോനാണ്. പിന്നെ ഇതൊക്കെ നൈബറാണ്. അമ്മ ഉണ്ട്, നന്ദു ഉണ്ട്, അതൊക്കെ നൈബറാണ്. ഇതും നമ്മള് എല്ലാവർക്കും പെറ്റമ്മയെ പോലെ പോറ്റമ്മ കാണുമെന്ന് പറയില്ലേ, അതേപോലെ ചേട്ടന്റെ പോറ്റമ്മയും ഭർത്താവും. പിന്നെ ഇത് മാമന്മാരാണ്, അമ്മയുടെ സഹോദരന്മാരാണ്, അമ്മയുടെ ചേട്ടനും അനിയനും. പിന്നെ ഇത് ചേട്ടന്റെ ഫ്രണ്ടാണ്. പുള്ളി തമിഴ്നാട്ടുകാരനാണ്. ഇത് ഭയങ്കര ഒരു ട്രാജഡി ആയിരുന്നു. അവർ നമ്മുടെ കല്യാണത്തിനൊക്കെ വന്ന് ഇപ്പൊ പുള്ളിക്കാരന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. പുള്ളിക്കാരന്റെ അച്ഛനുമാണ്. അപ്പൊ ഒരു ദിവസം നമ്മളിങ്ങനെ ന്യൂ ഇയറിന്റെ പിറ്റേന്നായിരുന്നു. അപ്പൊ ന്യൂ ഇയറിന്റെ പിറ്റേന്ന് രാത്രി കിടന്ന സമയത്ത് ഇങ്ങനെ ഫേസ്ബുക്ക് നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് ചേട്ടൻ പെട്ടെന്ന് ആ ഒരു ന്യൂസ് അല്ല, ഒരു പോസ്റ്റ് ആരോ ഇട്ടേക്കുന്നത് കണ്ടത്. ഈ ആളുടെ പേര് മുത്തു എന്നാണ്. അപ്പം പുള്ളിക്കാരനെ ഇങ്ങനെ ആദരാഞ്ജലികളോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് കണ്ടിട്ട് ഭയങ്കരമായിട്ട് പുള്ളിക്കാരൻ ഞെട്ടിപ്പോയി. ഞാനാണെങ്കിൽ ആ സമയത്ത് ഉറങ്ങിയായിരുന്നു. അപ്പൊ ചേട്ടൻ ഇങ്ങനെ വെപ്രാളപ്പെട്ട് വിളിച്ചിട്ട്, ഇത് നീ ഒന്ന് നോക്കിക്കേണ്ടത്, എന്തോന്നാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കണതെന്ന്. നമുക്കിങ്ങനെ ചില കാര്യങ്ങൾ വിശ്വസിക്കാനായിട്ട് പറ്റൂലല്ലോ. പിന്നെ ചേട്ടൻ ഇങ്ങനെ ഗൾഫൊക്കെ മതിയാക്കി വന്നതിന് ശേഷം പിന്നെ ആ സമയത്ത് എന്നും ഒരുമിച്ച് നടന്നുകൊണ്ടിരുന്ന ആൾക്കാരാണ്. പിന്നെ ഇങ്ങ് വന്നിട്ട് വല്ലപ്പോഴും ആവുമല്ലോ കോണ്ടാക്ട്സ് ഒക്കെ. അങ്ങനെ ഇരുന്ന സമയത്താണ് ഇതേപോലെ കണ്ടത്. അപ്പോൾ പുള്ളിക്കാരൻ അവിടെ സ്വിമ്മിംഗ് പൂളിൽ ന്യൂ ഇയർ ആഘോഷം സമയത്ത് സ്വിമ്മിംഗ് പൂളിൽ മരിച്ചു കിടക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ ന്യൂ ഇയർ ആഘോഷം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, എല്ലാവരും ഭയങ്കര ആഘോഷവും കാര്യങ്ങളും, ലൈറ്റൊക്കെ ഓഫ് ആക്കിയിരുന്ന്. അത് പിന്നീട് ലൈറ്റൊക്കെ ഓണായി നോക്കിയ സമയത്ത് ആള് പൂളിൽ മരിച്ചു കിടക്കുകയായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഒരു കൊച്ചെന്തോ ഉണ്ട് ആ പുള്ളിക്കാരന്. അപ്പോൾ അതങ്ങനെ. ഇത് മാമനും മാമിയുമാണ്. പിന്നെ ഇത് ചേട്ടന്റെ ചേച്ചിയാണ്, വല്യമ്മയുടെ മോളും, അവരുടെ 2 മക്കളും. ഈ നിൽക്കുന്ന ആളില്ലേ, ഇതിലിപ്പോ കുഞ്ഞനായിട്ട് നിൽക്കുകയാണ്. ആളിന്റെ കല്യാണം കഴിഞ്ഞിപ്പോ. അപ്പൊ അറിയാലോ എത്ര മാറ്റം ഉണ്ടെന്ന് ആൾക്കാർക്കെല്ലാം. ഇതൊക്കെ എല്ലാം റിലേറ്റീവ്സ് ആണ്. ഇതെല്ലാം റിലേറ്റീവ്സ് ആണ്. പിന്നെ ഇവരും ചേട്ടന്റെ ഗൾഫിലെ ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാല് ചേട്ടന്റെ അച്ഛന്റെ ഒക്കെ പ്രായമുണ്ട്, പക്ഷെ ഭയങ്കര സ്നേഹത്തോടു കൂടെ നോക്കുന്ന ആൾക്കാർ കാണുമല്ലോ. അപ്പൊ അങ്ങനെ ഒരാളായിരുന്നു. ചന്തു എന്നാണ് അങ്കിളിന്റെ പേര്. അപ്പൊ അവർ ഫാമിലി ആയിട്ട് കോഴിക്കോട് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കല്യാണത്തിന്.
ഇതും അങ്ങനെ തന്നെ, ഇവരും അങ്ങനെ തന്നെ, ഗൾഫിൽ വെച്ചുള്ള സൗഹൃദമാണ്. ഇവരിപ്പോ തൃശ്ശൂരാണെന്ന് തോന്നുന്നു, അവരും ഫാമിലി ആയിട്ടുണ്ടായിരുന്നു. ഉം. പിന്നെ ഇത് ഇളയ മാമന്റെ ഫാമിലി. ഇപ്പൊ ഇതാ ഈ നിൽക്കുന്ന ആൾക്കാരും അതുപോലെ തന്നെയാണ്. ആളിപ്പോ ഡോക്ടറാണ്. ഇപ്പൊ ഇതിൽ കണ്ടില്ലേ ഒത്തിരിയേ ഉള്ളു. പിന്നെ ഇത് മാമന്റെ മോള്, മാമന്റെ മോളുടെ അമ്മായി, മോൻ. ഇതാണ് വല്യമ്മ, വല്യച്ഛൻ, അവരുടെ ചെറുമോള്. പിന്നെ ഇത് കുഞ്ഞമ്മ, കൊച്ചച്ഛൻ. ഇത് ഇവിടുത്തെ അച്ഛൻ ഉണ്ടാക്കിയതാണ് നടരാജ വിഗ്രഹം. അപ്പൊ ഞാൻ മുന്നേയൊക്കെ പറഞ്ഞിട്ടില്ലേ പുള്ളിക്കാരന് ഇതുപോലത്തെ ജോലിയായിരുന്നു. ഒരുപാട് എനിക്കാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് ചെന്ന സമയത്ത് കാണുമ്പോൾ ഭയങ്കര അതിശയമായിരുന്നു. നമുക്കിതൊക്കെ ഒരു പ്രത്യേക ഒരു ഇഷ്ടമുള്ള സംഭവങ്ങളല്ലേ. അപ്പൊ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരെയും കാലിലൊക്കെ തൊട്ട് തൊഴുതിട്ട് ഇനി വരാനായിട്ട് പുറപ്പെടാൻ ഇറങ്ങണതാണ് ഇതെല്ലാം. എല്ലാവരെയും കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുന്നതാണ്. നമ്മുടെ കല്യാണം കഴക്കൂട്ടത്ത് വെട്ട് റോഡിലുള്ള രാഗം ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്റെ കല്യാണം അവിടെ വെച്ച് നടത്തണമെന്ന്. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയ സമയത്ത് ആ ആ ഓഡിറ്റോറിയം നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞങ്ങൾ അവിടെ ഇരുന്ന് ഫ്രണ്ട്സ് ഒക്കെ ഇരുന്ന് പറയുമായിരുന്നു ഞങ്ങളുടെ കല്യാണം ഇവിടെ വെച്ച് തന്നെ നടത്തണമെന്നൊക്കെ. അപ്പൊ തിരിച്ചു വന്ന അച്ഛന്റെ അടുത്ത് ഇങ്ങനെ വെറുതെ പറഞ്ഞതായിരുന്നു, അച്ഛൻ എന്റെ കല്യാണം അവിടെ വെച്ച് നടത്താൻ എനിക്ക് അതിനുള്ള ഭാഗ്യമൊന്നും കാണൂല. കാരണം അത് ഭയങ്കര വലിയൊരു ഓഡിറ്റോറിയം ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞു വെച്ചപ്പോ എന്തോ ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴേക്ക് അച്ഛനും അമ്മയ്ക്കും ഒക്കെ അതിനുള്ള നിവർത്തി ഇല്ലെങ്കിലും അവർക്ക് ആ മക്കള് പറഞ്ഞതല്ലേ, ഒരു ഒരു സങ്കടത്തോടു കൂടിയുള്ള ഒരു സ്നേഹമൊക്കെ തോന്നുമല്ലോ. അങ്ങനെ എന്തോ എനിക്കറിയില്ല. അച്ഛൻ എന്റെ കല്യാണം എന്തായാലും അവിടെ വെച്ച് തന്നെ നടത്തി. അപ്പൊ ഇതെല്ലാം ആണ് എന്റെ ആൾക്കാര്. ഇതെന്റെ കുഞ്ഞമ്മയാണ്, ഇതെന്റെ വല്യമ്മ, ഇത് അനിയത്തി, ഇത് ചേട്ടൻ, ഇതും ചേട്ടൻ, ഇത് കുഞ്ഞമ്മ മരിച്ചുപോയി. അപ്പൊ അമ്മയ്ക്ക് രണ്ട് അനിയത്തിമാരായിരുന്നു. അതാണ് ഇവർ രണ്ടാളും. ഇതില് ആന്റി, ഞങ്ങളെ വിളിക്കുന്ന ആന്റി എന്നാണ്, കുഞ്ഞമ്മയെന്നാണെങ്കിൽ ആന്റി എന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ ആന്റി മരിച്ചുപോയി. അപ്പൊ അതൊക്കെയാണ് ഈ ആൾക്കാര്. ഇതെല്ലാം അവരുടെ ആൾക്കാര്. ഞാൻ പറഞ്ഞില്ലേ കുറെ ഓരോ പേജ് മറിക്കുമ്പോഴും എന്തൊക്കെയോ ഒരുപാട് ഓർമ്മകളൊക്കെ വരണുണ്ട് കേട്ടോ. ഇതെന്റെ വല്യച്ഛന്റെ മോനാണ്. അപ്പൊ ഞാനും അനിയത്തിയാണല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ മരണം സ്വീകരിക്കാനായിട്ട് അളിയനല്ലേ സ്വീകരിക്കാനുള്ളത്. അപ്പൊ അച്ഛന്റെ ഏറ്റവും മൂത്ത ചേട്ടന്റെ മോനാണിത്. അപ്പൊ ചേട്ടനെന്നല്ല ഞങ്ങൾ വിളിക്കുന്ന അണ്ണൻ തന്നെ. അപ്പൊ അണ്ണനാണ് പുള്ളിയെ സ്വീകരിച്ചത്. ഇതൊക്കെ എന്റെ വല്യച്ഛനാണ്. ഈ വല്യച്ഛനും മരിച്ചു. ഇത് എന്റെ അച്ഛന്റെ സ്വന്തം ചേട്ടൻ, ഇത് വകയില ചേട്ടൻ. പക്ഷെ എല്ലാ കാര്യത്തിനും നമുക്കൊരു ആളായിട്ട് നിൽക്കുന്നത് ഈ വല്യച്ഛനായിരുന്നു. വല്യച്ഛനും മരിച്ചുപോയി. ഇത് എന്റെ വല്യച്ഛന്റെ അച്ഛന്റെ മൂത്ത ചേട്ടന്റെ മോനാണിതും. ഇത് ഏറ്റവും മൂത്ത ചേട്ടന്റെ മോൻ, ഇത് രണ്ടാമത്തെ ചേട്ടന്റെ മോൻ, ഇത് എന്റെ കുഞ്ഞമ്മയുടെ മോനാണ്. അപ്പൊ ഇവരെല്ലാവരുമാണ് സ്വീകരിച്ചത്. ഇത് ചേട്ടന്റെ കൊച്ചനാണ്. അങ്ങനെ ഇതാണ് എന്റെ അനിയത്തിമാര്. ഇതൊക്കെ ഇപ്പൊ ഈ നിൽക്കുന്ന കോലങ്ങളൊന്നും അല്ല കേട്ടാ. ഇത് എന്റെ സ്വന്തം അനിയത്തി, ഇത് എന്റെ കുഞ്ഞമ്മയുടെ മക്കളെ, ഇവര് ട്വിൻസ് ആണ്. ഇതാണ് ഈ കുഞ്ഞമ്മയുടെ മോള്, ഇത് മോൻ. അപ്പൊ നമ്മളെ കുടുംബത്തില് നമ്മൾ 6 പേരുണ്ട്. അമ്മയ്ക്ക് 2 അനിയത്തിമാര്, അവര് 3 പേര്, അവർക്ക് 3 പേർക്കും കൂടെ 6 മക്കൾ. അത് നമ്മുടെ കുടുംബത്തിൽ ഈ ഒരാൾ മാത്രമേ ഉള്ളൂ ആണായിട്ട്, എന്നുവെച്ചാൽ അമ്മയുടെ കുടുംബത്തില്. പിന്നെ ചേട്ടന്റെ കുറെ ഫോട്ടോസ് ഉണ്ട്. പിന്നെ ഇനി നമ്മൾ ഫുൾ മേക്കപ്പിലായിരിക്കും നിൽക്കുന്നത്. നമ്മള് ബ്യൂട്ടീഷ്യനൊക്കെ വന്ന് ഒരുക്കി ഫുൾ മേക്കപ്പിൽ നിന്നാലും നാത്തൂനൊക്കെ വരുമ്പോഴേക്ക് പിന്നെ ഉടനെ വരും ഫോട്ടോഗ്രാഫർമാർ അല്ലെങ്കിൽ വീഡിയോഗ്രാഫർമാരൊക്കെ. അങ്ങനെ ഇങ്ങനെ ചെയ്താ അങ്ങനെ രമ്യ ചേച്ചി തന്നെ എന്തോന്നൊക്കെയോ അവര് പറഞ്ഞു, അതൊക്കെ അവര് ചെയ്യുന്നുണ്ട്. ഇത് നാത്തൂനാണ്, ഞാൻ പറഞ്ഞില്ല ചേട്ടന്റെ വല്യമ്മയുടെ മോളാണ്. ഇത് ചേട്ടന്റെ മാമന്റെ മോള്, ഇത് കുഞ്ഞമ്മയുടെ മോള്, ഇത് മാമി. അപ്പൊ അവര് അവരുടേതായ രീതിയിൽ എന്തൊക്കെയോ ചെയ്യാൻ പറഞ്ഞു, അതൊക്കെ അവര് ചെയ്യുന്നുണ്ട്. പിന്നെ എന്റെ 1-2 ഫോട്ടോസ് ഉണ്ട്. പിന്നെ ഇതെല്ലാം എന്റെ ഫോട്ടോസ്. അങ്ങനെ ദാ കല്യാണത്തിന്. അയ്യോ എന്റെ അമ്മ എന്ത് വണ്ണം ഉണ്ടായിരുന്നു. അമ്മ ഇപ്പൊ ഒരുപാട് ഉണങ്ങി. ഇതിലൊക്കെ അമ്മ എന്ത് നല്ലതായിട്ട് നിൽക്കണം. അച്ഛന് നല്ല ചെറുപ്പം. അങ്ങനെ കല്യാണമായി. പിന്നെ ഇത് കന്യാദാനം. താലിയൊക്കെ എടുത്തു കൊടുത്ത് താലി കെട്ട്, ഇതൊക്കെ തന്നെയാണ് താലി കെട്ട് കാര്യങ്ങള്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാലയടക്കം, ഇത് പിന്നെ അമ്മ വിളക്ക് തരണത്, പിന്നെ സിന്ദൂരം തൊട്ട് താലിയിട്ട് സുമംഗലിയ. പിന്നെ അതിന്റെ ഫോട്ടോസ് ഇതാണ് നമ്മളിവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ചേട്ടൻ്റെ അച്ഛനും അമ്മയും,
എൻ്റെ അച്ഛനും അമ്മയും, പിന്നെ രമ്യ ചേച്ചി ഫാമിലി, അനന്ത് കുഞ്ഞല്ലേ, അപ്പൊ രമ്യ ചേച്ചിയുടെ നാത്തൂൻ്റെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു മോനെ. ഇതാണ് എൻ്റെ അനിയത്തി. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടല്ലോ അനിയത്തി എവിടെയെന്ന്, അവൾ ഇനി വരുമ്പോൾ കാണിച്ചു തരാം. ഇതാണ് അനിയത്തി. ഇപ്പൊ ഈ കോലമൊക്കെ മാറി അവളുടെ. ഇതാണ് എൻ്റെ കൊച്ചു ഫാമിലി. അതൊക്കെ ചെയ്യേണ്ട ഫ്രണ്ട്സും ഒക്കെയാണ്. പിന്നെ ഫാമിലി, ഓരോ ഫാമിലികളായിട്ട് അങ്ങനെ പറയാൻ നിന്നാൽ ഒരുപാടുണ്ട് പറയാനായിട്ട്. എന്തൊക്കെ കൂട്ടുകാരന്മാര്. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ പുള്ളി മരിച്ചുപോയെന്ന്. ഇത് ദിവ്യ ചേച്ചിയുടെ അമ്മാവനും അമ്മാവയും അവരും മരിച്ചുപോയി. ഇത് ചേട്ടൻ്റെ മാമനാണ്. പിന്നെ പാലും പഴമൊക്കെ തരുന്നത്. അപ്പോൾ ഇത് ശ്രീദേവി, ഇത് മിനി. ഞങ്ങൾ 3 പേരുമായിരുന്നു കുഞ്ഞിലെ തൊട്ടുള്ള ഫ്രണ്ട്സ്. അപ്പോൾ എപ്പോഴും അങ്ങനെയായിരുന്നു, നമ്മൾ ഒരുമിച്ചായിരുന്നു. നമ്മൾ ജനിച്ചത് അങ്ങനെ അടുത്തടുത്തൊക്കെയായിരുന്നു. ഓരോ മാസത്തിന്റെ 2 മാസത്തിന്റെ വ്യത്യാസത്തിലാണ് നമ്മൾ ജനിച്ചത്. അപ്പൊ തൊട്ടുള്ള കൂട്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ ആ രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അതിൽ ഞാൻ ശ്രീദേവിനെ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഞാനും എവളുമായിരുന്നു ഒരേപോലെ ഇരുന്നത്. മിനി അന്നേ കുറച്ച് വണ്ണമൊക്കെ ഉണ്ടായിരുന്നു. ഇത് കുഞ്ഞമ്മദ് ആനന്ദക്കുട്ടൻ വന്നിട്ടുണ്ട് തിരിച്ച്. പിന്നെ ഈ പാലും പഴവും തരണ ചടങ്ങും കാര്യങ്ങളും അതും ഇതൊക്കെയാണ് അതിലുള്ളത്. പിന്നെ ഇതാ എന്റെ മേക്കപ്പ് ഒക്കെ മാറി തുടങ്ങി, കണ്ണൊക്കെ കലങ്ങി തുടങ്ങി. പിന്നീട് അതുവരെ നമ്മുടെ മൈൻഡ് ഫുള്ള് ബ്ലാങ്ക് ആയിരിക്കും. അത് കഴിയുമ്പോ തൊട്ട് ഈശ്വര ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഉള്ള ഒരു സങ്കടം ഉണ്ടല്ലേ, അത് നമ്മൾ പെണ്ണുങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. പിന്നെ എന്തോ സൈൻ ചെയ്യാനൊക്കെ കൊണ്ടുവരും. സത്യം പറഞ്ഞ് നല്ല വിശപ്പുണ്ടായിരുന്നു. ഒരു വക ആഹാരം എനിക്ക് കഴിക്കാനായിട്ട് പറ്റിയില്ല. എന്തൊക്കെയോ, അത് എല്ലാവരുടെയും അവസ്ഥ അങ്ങനെയായിരിക്കും, എന്തൊക്കെയോ കഴിച്ചെന്നൊക്കെ വരുത്തിട്ടതൊക്കെ. അങ്ങനെ ദാ പോവാനായിട്ട് ഇറങ്ങി. പിന്നെ കരച്ചില്, ബഹളം, കരഞ്ഞുകൊണ്ട് അത്രയും ഫുൾ മേക്കപ്പ് ആയിരുന്നു. ആ കരച്ചിൽ തുടങ്ങിയപ്പോ തൊട്ട് മൂക്ക് പിഴിഞ്ഞ് പിഴിഞ്ഞ് മേക്കപ്പ് ഒക്കെ ഫുള്ള് പോയി. അങ്ങനെ അവരുടെ വീട്ടിലെത്തി. ഇതാ അടുത്ത ഉഴിഞ്ഞ് അങ്ങനെ എന്തോല്ലേ പറയണ, അങ്ങനെ ഉഴിഞ്ഞകത്ത് കയറ്റി അങ്ങോട്ട് ചെന്ന് കേറുമ്പോ തൊട്ട് ഭയങ്കര മനസ്സൊരു പടപട എടുപ്പാണല്ലോ. ഇവിടെ നമ്മൾ ഇറങ്ങുമ്പോഴേ കുറെ ക്ലാസ് ആണ് അമ്മയുടെയും നമ്മുടെ വീട്ടുകാരുടെ വകയായിട്ട്. അവിടെ ചെല്ലുമ്പോ അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം, മറ്റേതായിരിക്കണം, മറിച്ചതായിരിക്കണം. പിന്നെ വള കൈ തന്നിട്ട് അമ്മാവിക്ക് കൊടുക്കാനുള്ള വള കൈ തന്നിട്ട് അത് മറക്കാനേ പാടില്ല. ചെന്ന് ഉടനെ ഇട്ട് കൊടുക്കണം. അത് മറന്നു പോകരുത്, നല്ലതുപോലെ ഇട്ട് കൊടുക്കണം. പിന്നെ വിളക്ക് കൊണ്ട് കയറുമ്പോഴേക്ക് സൂക്ഷിക്കണം, സാരിയിൽ ചവിട്ടി പിടിക്കരുത്, വിളക്ക് അണയരുത്, വിളക്ക് എണ്ണ മുന്നിലോട്ട് കളയരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മളെല്ലാം കൂളായിട്ട് പോയി ചെയ്യും. ഇവരെല്ലാവരും കൂടെ എന്തോ സംഭവം പോലെ പറയുമ്പോ ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ. ഒന്നാമത് നമ്മളവിടെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ചുറ്റുമുള്ള ആരെയും നമുക്ക് അറിഞ്ഞൂടാ. എല്ലാവരും നമ്മളിങ്ങനെ രൂക്ഷമായിട്ടോ അല്ലാതെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അവരുടെ ഇടയിൽ കൂടെ ഇങ്ങനെ അഭിനയിച്ചിട്ട് കയറുമ്പോഴുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ. പിന്നെ അവിടെ ചെന്ന് കയറിയിട്ട് അവിടെ നിന്ന് പിന്നെ ഒരു പാലും പഴമൊക്കെ തിരക്കുണ്ട്. അതൊക്കെയാണ് ഇത്. അപ്പൊ ലാസ്റ്റ് കരഞ്ഞ് തളർന്ന് കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെഡിങ് ആൽബം. ഇതാണ് നമ്മുടെ വെഡിങ് ആൽബം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഇപ്പൊ പിള്ളേരെയൊക്കെ കാണുമ്പോഴേക്കും ഈശ്വര അവരൊക്കെ ഇത്രയും വളർന്നില്ല. 14 വർഷം എന്ന് പറയുന്ന ഒരു ചില്ലറ പീരീഡ് ആണ് അല്ലേ. എന്തൊക്കെ മാറ്റങ്ങൾ, ഒരുപാട് പേര് നമ്മളെ അടുത്തുനിന്ന് പോയി, ഒരുപാട് പുതിയ ആൾക്കാർ വന്ന്. പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിക്കും, നമ്മൾ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ വിട്ട് പിരിയില്ല. നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യണതും ഒരു ദിവസം പോലും കാണാതെയൊക്കെ ഇരിക്കും. നമുക്ക് എത്ര ഫ്രണ്ട്സ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നല്ലേ. നമ്മളായിട്ട് തന്നെ, നമ്മളിൽ ഒരാളൊന്നുമല്ല, നമ്മളായിട്ട് തന്നെ നമ്മൾ കൂടെ നടന്ന് നമ്മളെ മുഴുവൻ കാര്യങ്ങളും അറിയാന്നുള്ളത് നമുക്ക് ഭയങ്കര താങ്ങായിട്ടൊക്കെ നിന്ന് എത്ര പേരുണ്ടായിരുന്നല്ലേ. അവരൊക്കെ ഇപ്പം നമുക്ക് അവരെവിടെയാണെന്ന് പോലും അറിഞ്ഞൂടാ. അപ്പൊ ചിലതൊക്കെ അവരെയൊക്കെ ആലോചിക്കുമ്പോൾ ചില സമയം എനിക്ക് സങ്കടം തോന്നും കേട്ടോ. എത്ര നല്ല കൂട്ടുകാരുണ്ടായിരുന്നെന്ന് അറിയാമോ. നമ്മൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒന്ന് രണ്ട് അത്രയ്ക്ക് മാനസിക അടുപ്പമുണ്ടായിരുന്നവർ മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ എന്തെല്ലാം ഓർമ്മകളാണല്ലേ. ഇത്രയും പീരീഡ് അല്ല 14 വർഷം ആയെന്ന് പറയുമ്പോൾ തന്നെ ഈശ്വര ഇന്നലെയല്ലേ കല്യാണം കഴിഞ്ഞത്, ഇന്നലെയല്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് തോന്നും. അതൊക്കെ വല്ലാത്ത ഓർമ്മയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെഡിങ് ആൽബം. അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FB-യിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.